ഇറാന്റെ സൈനിക ഉപമേധാവി കൊല്ലപ്പെട്ടു. IRGC ഡെപ്യൂട്ടി കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നിൽഫുർഷനാണ് കൊല്ലപ്പെട്ടത്. ബെയ്റൂട്ട് ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെടുന്നത്. അതേസമയം ഹസൻ നസ്രള്ളയുടെ വധത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി ഭീഷണി മുഴക്കി. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, നിർണായകമായ ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. അതിനിടയ്ക്ക് ചില പ്രധാനപ്പെട്ട ഹിസ്ബുള്ള നേതാക്കന്മാർ കൊല്ലപ്പെടുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വിഷ്ണു, ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ബെയ്റൂട്ടിൽ നടന്ന ആക്രമണത്തിൽ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ നേതാവാണ് കൊല്ലപ്പെട്ടത്. ബെയ്റൂട്ടിൽ ഈ നേതാവ്, അതായത് നിലോഫർ എന്ന് പറയുന്ന അബ്ബാസ് നിലോഫർ എന്ന നേതാവ് ഇന്ത്യയിലെത്തി എന്നത് സംബന്ധിച്ച് ചർച്ചകളായിരുന്നു ആദ്യം നടന്നതെങ്കിൽ ഇപ്പോൾ അത് സംബന്ധിച്ച് ചില വിശദീകരണങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. നേരത്തെ സിറിയയുടെ ചുമതലയുണ്ടായിരുന്ന കമാൻഡർ കൊല്ലപ്പെട്ടതിന് ശേഷം ഈ ലെബനനിലെല്ലാം തന്നെ കർശനമായ നിരീക്ഷണങ്ങൾ നടത്തുന്നതിനും അതുപോലെ തന്നെ ലെബനന്റെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ പിന്തുണയ്ക്കുന്ന സംവിധാനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതിനുമുള്ള ചുമതലയുള്ള ഒരു കമാൻഡറായിട്ടാണ് ഈ നിലോഫർ എവിടെ എത്തിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ ഇദ്ദേഹം താമസിച്ചിരുന്ന പ്രദേശത്ത് ഇദ്ദേഹത്തിന്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് വ്യാപകമായ ബോംബാക്രമണം നടത്തുകയും കൊല്ലപ്പെടുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം ഇക്കഴിഞ്ഞ ദിവസം ഹസൻ നസ്രള്ളയെ കൊല്ലപ്പെടുത്തിയതിന്റെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത്തരത്തിൽ ഈ സംഘർഷം വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഇതുവരെയുള്ള വിവരങ്ങളിൽ നിന്നുമെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു പശ്ചാത്തലത്തിൽ, സംഘർഷം ശക്തമായ ഒരു പശ്ചാത്തലത്തിലാണ് അതിശക്തമായ ഒരു തിരിച്ചടിയുമായി ഇസ്രായേൽ രംഗത്തെത്തുകയും ഹിസ്ബുള്ളയെ പൂർണ്ണമായും തകർക്കുകയും ചെയ്യുന്ന ഒരു നീക്കമുണ്ടായത്. ഹിസ്ബുള്ളയെ പൂർണ്ണമായും തകർക്കുകയും ഹിസ്ബുള്ള നേതാക്കന്മാരെ തകർക്കുകയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി കമാൻഡർ ഉൾപ്പെടെയുള്ളവരെ വധിക്കുകയും ചെയ്തതോടെ വൻതോതിലുള്ള ആൾനാശവും അതുപോലെ തന്നെ സ്വത്തുനാശവും ആയുധ ശേഖരങ്ങളുടെ നാശവും ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടായിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണത്തിന് ഇനി സാധ്യതയില്ല, അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത ഇല്ല ലെബനനോട് എന്ന ഒരു പ്രാഥമിക വിലയിരുത്തലിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത്. എന്നാൽ കാര്യങ്ങൾ മാറിമറിയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. നിലവിലെ സാഹചര്യത്തിൽ സംഘർഷാത്മകമായി പശ്ചിമേഷ്യ തുടരുകയാണ്. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.